അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതെ നീണ്ടു പോയത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്കൊക്കെ അറിയാം. നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തന്നപ്പോൾ എൻ്റെ സൗണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ ഇപ്പോൾ റാഹത്തായിട്ടുണ്ട്. പനി കുറവുണ്ട്, ശബ്ദം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒമാനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഒമാനിലൊരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദം കാര്യങ്ങളെല്ലാം റെഡി ആയപ്പോൾ ഒന്ന് ഉഷാറായപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വേക്കൻസിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷേ നാളെയാണ് ഇൻ്റർവ്യൂ. കോഴിക്കോട് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. അപ്പോൾ നാളെ കോഴിക്കോട് വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതേപോലെ തന്നെ കുറച്ച് വേക്കൻസികൾ നമുക്കൊന്ന് കൺഫേം ആവാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇൻഷാല്ലാ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒമാനിലേക്ക് വന്നിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ. ഒമാനിലെ അൽ അംറി സെൻറ്ററിലേക്കാണ്. അതായത് ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേരാണ് അൽ അംറി സെൻറ്റർ. ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രൂപ്പുകളിൽ ഒന്നാണിത്. അൽ അംറി സെൻറ്ററിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നാളെയാണ് ഇൻ്റർവ്യൂ. കോഴിക്കോട് വെച്ചിട്ട് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. ക്യാഷ്യർ, കസ്റ്റമർ സർവീസ്, ഹെഡ് ക്യാഷ്യർ, സൂപ്പർവൈസർ, ഫ്രഷ് ഫുഡ് മാനേജർ, ഷെൽഫ് ബോയ്സ്, സൂപ്പർവൈസർ ഫ്രോസൻ, ഡിസ്പ്ലേ ലേബേഴ്സ്, സൂപ്പർവൈസർ ബുച്ചറി, റിസീവേഴ്സ്, സ്റ്റോർ കീപ്പർ എന്നിങ്ങനെ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ക്യാഷ്യറായിട്ട് ഏകദേശം 60ഓളം പേരെയും, കസ്റ്റമർ സർവീസ് പോസ്റ്റിലേക്ക് 12 പേരെയും, ഹെഡ് ക്യാഷ്യർ അതേപോലെ തന്നെ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് 3 പേരെയും, ഫ്രഷ് ഫുഡ് മാനേജർ പോസ്റ്റിലേക്ക് 6 പേരെയും, ഷെൽഫ് ബോയ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. അതായത് ജനറൽ മെർച്ചൻഡൈസ് പോസ്റ്റിലേക്ക് ഷെൽഫ് ബോയ് ആയിട്ട് ജനറൽ മെർച്ചൻഡൈസിലേക്ക് 60 പേരെയും, അതേപോലെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെക്ഷനിലേക്ക് 12 പേരെയും, ഷെൽഫ് ബോയ് നോൺ ഫുഡ് സെക്ഷനിലേക്ക് 15 പേരെയും, ഷെൽഫ് ബോയ് ഗ്രോസറി ഫുഡ് സെക്ഷനിലേക്ക് 36 പേരെയുമാണ് ആവശ്യമുള്ളത്. അതേപോലെ സൂപ്പർവൈസർ ഫ്രോസൻ പോസ്റ്റിലേക്ക് 9 പേരെയാണ്. ചില്ലർ ആൻഡ് ഡയറി സെക്ഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി. ഡിസ്പ്ലേ ലേബർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് 15 പേരെയാണ് ആവശ്യം. സൂപ്പർവൈസർ ബുച്ചർ പോസ്റ്റിലേക്ക് ബുച്ചർ സെക്ഷനിലേക്ക് 12 പേരെയുമാണ് ആവശ്യമുള്ളത്. ഓർക്കുക, ബുച്ചറിനെ അല്ല ഇവിടെ ആവശ്യം, ബുച്ചറി സെക്ഷനിലേക്കുള്ള സൂപ്പർവൈസറിനെയാണ് ഇവിടെ ആവശ്യമുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. റിസീവറായിട്ട് 6 പേരെയാണ് ആവശ്യം. സ്റ്റോർ കീപ്പറായിട്ട് 6 പേരെയും ആയിട്ടുമാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇത്രയും വേക്കൻസികളാണുള്ളത്. 21നും 40നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെയാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും തന്നെ പരിഗണിക്കുകയുള്ളൂ. ഏറ്റവും വലിയ പ്രത്യേകത ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് കമ്പനി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. കമ്പനിയുടെ ആളുകൾ തന്നെയാണ്, ക്ലയൻറ്റ് വന്നിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 21നും 40നും ഇടയിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പല വേക്കൻസികളിലേക്കും, ഇപ്പോൾ ക്യാഷ്യർ ആണെങ്കിലും അതേപോലെ തന്നെ ഷെൽഫ് ബോയ് പോസ്റ്റുകളിലേക്കൊന്നും എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിന് എടുക്കും. സൂപ്പർവൈസർ, അതേപോലെ തന്നെ ജനറൽ മെർച്ചൻഡൈസർ, അതേപോലെ തന്നെ ഹെഡ് ക്യാഷ്യർ, സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളിലേക്കൊക്കെയാണ് എക്സ്പീരിയൻസ് ആവശ്യമുള്ളൂ. ക്യാഷ്യർ, അതേപോലെ തന്നെ കസ്റ്റമർ സർവീസ്, അതേപോലെ ഷെൽഫ് ബോയ്സ് പോസ്റ്റുകളിലേക്കൊന്നും എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷർ ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ മറ്റു മേഖലയിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മറ്റു വേക്കൻസികളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 21നും 40നും ഇടയിലായിരിക്കണം പ്രായം. SSLC പാസ്സായിരിക്കണം എന്ന് മാത്രമാണ് നിബന്ധനയായിട്ട് വന്നിട്ടുള്ളത്.